നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ഒടുവിൽ കോടതി വിധി നോക്കി കോൺഗ്രസ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്ത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കി. കോടതിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ട് രാഹുൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതെയുള്ള ഒളിച്ചോട്ടം ഇനിയും തുടരുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ? സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം സെഷൻസ് കോടതി. അറസ്റ്റിന് തടസ്സമില്ല, രാഹുലിനായി അന്വേഷണം ഊർജിതം. സാമൂഹിക മാധ്യമത്തിൽ സത്യമേവ ജയതേ എന്ന പോസ്റ്റ് പങ്കുവച്ച് പരാതിക്കാരി. മൊഴി നൽകാൻ തയ്യാറെന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ച് രണ്ടാമത്തെ പരാതിക്കാരി. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. രാഹുലിനെ കൈവിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി AICC അനുമതിയോടെ. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് നേതാക്കൾ. CPM-ലെ സമാന പരാതികളിൽ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് VD സതീശൻ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ CPM-ന്റെ ആഹ്ലാദ പ്രകടനം. കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് K. സുരേന്ദ്രൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ. വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താമസ സ്ഥലത്തേക്ക് പോയത് ഒരേ കാറിൽ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നാളെ ഹൈദരാബാദ് ഹൌസിൽ. സുഖോയി യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും കുരുക്ക്. ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും SIT പ്രതി ചേർത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. 6ാം പ്രതി S. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. SIR നടപടികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി. നടപടി തമിഴ്നാട്ടിലെ SIR നടപടികൾക്കെതിരെ വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയിൽ. നിലവിലെ ടോൾ പിരിവ് സമ്പ്രദായം 1 വർഷത്തിനകം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പകരം ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് സംവിധാനം നടപ്പാക്കുമെന്നും ലോക്സഭയിൽ ഗഡ്കരി. പ്രതിപക്ഷം പാർലമെന്റിൽ ഉത്തരവാദിത്വം മറന്നു പെരുമാറുന്നുവെന്ന് ശശി തരൂരിന്റെ വിമർശനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളി ഗവർണർ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും ശുപാർശ ചെയ്ത് സുപ്രീം കോടതിയിൽ ഗവർണറുടെ സത്യവാങ്മൂലം. സെയ്ദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ മുംബൈയെ 15 റൺസിന് അട്ടിമറിച്ച് കേരളം. കളിയിലെ താരമായി 15 പന്തുകളിൽ 35 റൺസ് എടുത്ത ഷറഫുദ്ദീൻ. KM ആസിഫിന് 5 വിക്കറ്റ്. ആഷസ് പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. ഓസീസ് മണ്ണിൽ കന്നി സെഞ്ചുറിയുമായി ജോ റൂട്ട്. രാജ്യത്താകെ വിമാനങ്ങളുടെ സർവീസ് തടസ്സപ്പെട്ടതിൽ അന്വേഷണം തുടങ്ങി DGCA. ഇൻഡിഗോയിലെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ഇന്ന് റദ്ദാക്കിയത് 250-ലേറെ സർവീസുകൾ. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. കടുത്ത പ്രതിഷേധം. സ്റ്റോറി ഓഫ് ദി ഡേ. കതിരിടുന്ന സമൃദ്ധിയിൽ ഈ കർഷക ജീവിതം. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യം തള്ളി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് തള്ളിയത്. അറസ്റ്റ് തടയണമെന്ന ഹർജിയും കോടതി തള്ളി. പ്രഥമദൃഷ്ട്യാ രാഹുലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും മതിയായ രേഖകളാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യഹർജിയിൽ രാവിലെ 11:30 കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ നോട്ട് ടു അറസ്റ്റ് ഉപഹർജി നൽകി.
മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. തുടർന്ന് പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ നൽകുകയും അതിന്മേൽ ഇരുവിഭാഗത്തിന്റെയും വാദം നടക്കുകയും ചെയ്തു. 12 മണിയോടെ വാദം പൂർത്തിയായി. ഇതിനിടെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ FIRഉം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബലാത്സംഗവും ഗർഭഛിദ്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഡോക്ടറുടെ മൊഴിയും മെഡിക്കൽ രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിന് തെളിവുകളും ഹാജരാക്കി. ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതിയുടെ ഫ്ളാറ്റിലെത്തി ഭീഷണി മുഴക്കിയിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന രാഹുലിന്റെ വാദത്തെ ഖണ്ഡിക്കുന്ന എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ കഴിഞ്ഞു. തുടർന്ന് തെളിവുകളൊക്കെ ഇഴകീറി പരിശോധിച്ച ശേഷം ഉച്ചയ്ക്ക് കൃത്യം 2:25 പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറ വിധി പ്രഖ്യാപിച്ചു. രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളുന്നുവെന്ന ഒറ്റവരി വാചകമാണ് പ്രസ്താവിച്ചത്. ഇതോടൊപ്പം അറസ്റ്റ് തടയണമെന്ന ഹർജിയും തള്ളി. അതേസമയം രാഹുലിനെതിരെ തെളിവുകൾ വ്യക്തമെന്നും പ്രഥമ ദൃഷ്ട്യാ തന്നെ വീഴ്ചയുണ്ടെന്നും കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞുവെന്നും വിധിപ്പകർപ്പിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൂചിപ്പിച്ച പോലെ ഇന്നലെ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളമാണ് വാദം കേട്ടത്. ഇന്ന് തുടർവാദം നടന്ന ശേഷമാണ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതിയുമായി വന്ന രണ്ടാമത്തെ യുവതി മൊഴി നൽകാൻ തയ്യാറാണെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതോടെ രണ്ടാമത് FIR ഇട്ട കേസ് കൂടുതൽ ബലപ്പെടുകയും അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. പേരും വിലാസവും ഇല്ലാത്ത പരാതി എന്ന ആക്ഷേപം ഉയർത്തി രാഹുലിനെ പിന്തുണച്ചവർക്ക് യുവതി രംഗത്ത് വരുന്നതോടെ കൂടുതൽ തിരിച്ചടിയാകും. ഒരേ സമയം 2 പീഡന പരാതികൾ അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ MLA സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവും ശക്തമാകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരേ സ്വഭാവമുള്ള പരാതികളാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് കോടതിയിലേക്ക് വരുമ്പോൾ രാഹുൽ കൂടുതൽ പ്രതിസന്ധിയിലാകും അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ പരാതിക്കാരി കൂടി മൊഴി നൽകാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ. തീർച്ചയായും മമ്പുടി, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ 2 കേസുകളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ബലാത്സംഗ പീഡന പരാതിയിൽ അതിശക്തമായ തെളിവുകൾ നിരത്തുന്ന അതിശക്തമായ ക്രൂരകൃത്യങ്ങൾ, രാഹുൽ ഏത് രീതിയിലുള്ള ക്രൂരതയാണ് എന്ന് വിവരിച്ച് 2 പെൺകുട്ടികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 2 പെൺകുട്ടികളും SIT അന്വേഷണ സംഘം 2 FIR ഇട്ടാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ രണ്ടാമത്തെ പെൺകുട്ടി ഒരു പരാതി നൽകിയിരുന്നു. അത് പോലീസിന് നൽകിയിരുന്നില്ല, KPCCക്കാണ് നൽകിയിരുന്നത്. ആ നൽകിയ പരാതിയിൽ അവൾ ആ പെൺകുട്ടിയുടെ പേര് വെക്കുന്നില്ല, മേൽവിലാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ലഭിച്ച പരാതിയെ കോടതിക്ക് DGP കൈമാറുന്നു. ആ പരാതിയിലാണ് SIT FIR ഇട്ട് കേസെടുത്തത്. പക്ഷെ അപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത് വന്ന പരാതി വ്യാജമാണ്, കാരണം പേരും മൂരുമില്ലാത്തൊരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് എന്ത് അടിസ്ഥാനമാണുള്ളത് ആ പരാതിക്ക് എന്ന ഒരു ആക്ഷേപം ഉയർത്തിയാണ് രാഹുലിനെ ഇത്രയും ദിവസം ഇവർ പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയാണ് ഈ പെൺകുട്ടി ഈ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ വിളിക്കുന്നു. ഇമെയിലായി തന്നെ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ ഒരു മൊഴി നൽകാനായി നിങ്ങൾ സമ്മതമാണോ എന്ന്. ആ ഔദ്യോഗികമായി തന്നെ ആ പെൺകുട്ടി രേഖാമൂലം ഇമെയിലിലൂടെ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് താൻ മൊഴി നൽകാൻ സന്നദ്ധയാണ്, വില്ലിംഗ് ആണ് എന്ന് ആ പെൺകുട്ടി അറിയിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഇനി ഈ അന്വേഷണ സംഘത്തിലെ ഏറ്റവും അടുത്ത നടപടി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ എത്രയും വേഗം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി തുടർ നടപടികളുമായ അന്വേഷണ സംഘത്തിന് അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഈ പെൺകുട്ടി മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ പരാതിക്ക് പോലും കഴമ്പുണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ പരാതി പോലും വിലക്കുകയുള്ളൂ, ഈ കേസ് പോലും വിലക്കുകയുള്ളൂ. കാരണം ഈ പെൺകുട്ടി ഇതുവരെ റിവീൽ ചെയ്യുന്നില്ല, രംഗത്ത് വരുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഉയർന്നത്. ഇനി ആ തടസ്സം ഇതോടെ മാറുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പരാതി പറഞ്ഞത് തന്നെ നമുക്കറിയാം, വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു, അതിനുശേഷം ദേഹോപദ്രവം വെച്ച് തനിക്ക് മെഡിക്കൽ സഹായം തന്നെ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ്. അപ്പോൾ അത്രയും ഗൗരവമായ 2 ബലാത്സംഗ പരാതികളാണ് നിയമപരമായി ഇപ്പോൾ രംഗത്തുള്ളത്. ആ പരാതികളുടെ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം ഇപ്പോഴും രാഹുൽ ഒഴിഞ്ഞിട്ടില്ല. MLA സ്ഥാനം ഒഴിയണമെന്നൊരു ആവശ്യം വളരെ ശക്തമായി തന്നെ നേതൃത്വത്തിനുണ്ട്. ഈ രണ്ടാമത്തെ പരാതിയും അത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായും രാഹുലിന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ. അതേസമയം രാഹുലിനെ സംബന്ധിച്ച് ഇപ്പോൾ MLA സ്ഥാനം ഒഴിയാതിരിക്കുകയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ഇനി ജനുവരി സമ്മേളന സമയത്ത് രാഹുൽ ഒരു സ്വതന്ത്ര MLA ആയി തന്നെ, ഇത്രയും നാൾ സ്വതന്ത്ര MLA എന്നൊരു ടെക്നിക്കൽ പദം ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു സസ്പെൻഷൻ, പക്ഷേ ഇനി സഭാ സമ്മേളനത്തിൽ ഒരു സ്വതന്ത്ര
MLA ആയിട്ടായിരിക്കും പദവി ഒഴിഞ്ഞതായിട്ട് ഒരേ സമയം രണ്ട് പീഡന പരാതികളിൽ അന്വേഷണം നടക്കുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. അൻഫിലിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അൻഫിലിട്ട് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനെത്തുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് രാവിലെ മുതൽ ജനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. കോടതി പരിസരത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയതാണ് അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഈ അന്വേഷണ സംഘത്തിന് രാഹുൽ എവിടെയാണ്, അങ്ങനെ സ്പോട്ട് ചെയ്യുന്ന അടക്കമുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ സംഭവിച്ചത് എന്താണ് പിന്നീട്? ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹം ശക്തമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കനത്ത പോലീസ് സന്നാഹമായിരുന്നു കോടതിക്ക് മുൻവശത്തായി നിലയുറപ്പിച്ചിരുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും ശക്തമായ പോലീസ് വിന്യാസം ഉണ്ടായി. ഇതേ തുടർന്ന് രാഹുൽ ഇവിടെ കീഴടങ്ങും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ഹാജരാക്കുമെന്ന അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ ആൾക്കൂട്ടം, അതുപോലെ തന്നെ CPM-ന്റെ പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും എല്ലാം തന്നെ വൈകിട്ട് 6:30 മണിയോടുകൂടി ഈ കോടതി പരിസരത്ത് തമ്പടിക്കുന്ന നാടകീയമായ ഒരു കാഴ്ച കാണുകയുണ്ടായി. രാഹുൽ കീഴടങ്ങുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു നൂറുകണക്കിന് ആളുകൾ രാത്രിയിൽ കോടതി പരിസരത്തെത്തിയത്. എന്നാൽ ഇതുവരെയായിട്ടും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുകയോ രാഹുൽ കീഴടങ്ങുകയോ ചെയ്തിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. എന്തായാലും രാഹുലിനെ അന്വേഷിച്ച് SIT സംഘം പലയിടങ്ങളിലായി അന്വേഷണം നടത്തി വരികയാണ്. രാഹുൽ കാസർഗോഡ് ജില്ലാ അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ സുള്ളിയ, അതുപോലെ തന്നെ സുള്ളിയുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലയോര പ്രദേശമായ രാജപുരം, ചിറ്റാരിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കനത്ത പോലീസ് പരിശോധന വൈകിട്ട് മുതൽ ഉണ്ടായിരുന്നു. രാഹുലിനെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുലിനെ ഹാജരാക്കാൻ രാഹുൽ കീഴടങ്ങും, അല്ലെങ്കിൽ രാഹുലിനെ പോലീസ് പിടികൂടി കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന വാർത്ത വരുന്നതോടുകൂടി വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഈ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് ഇന്ന് തടിച്ചുകൂടിയത്. എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം രാഹുലിനായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം ഊർജിതമാക്കുകയാണ് രാഹുലിനായുള്ള തെരച്ചിൽ. സ്ത്രീപീഡന കേസിൽ കോടതിയും പാർട്ടിയും തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുന്നിൽ പ്രതിരോധത്തിനുള്ള എല്ലാ വഴികളും അടയുകയാണ്. മുൻകൂർ ജാമ്യഹർജി തള്ളിയതോടെ കീഴടങ്ങാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരുന്നത്. ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് അഭിഭാഷകർ നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി കേസെടുത്തതോടെ രാഹുലിന് മുന്നിൽ നിയമവഴികൾ കടുപ്പമേറിയതാകുമെന്നതാണ് നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇത്ര ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനവും ഉയർന്നിട്ടുണ്ട്. സത്യമേവ ജയതേ ആദ്യ പ്രതികരണവുമായി പരാതിക്കാരി. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. സത്യമേവ ജയതേ എന്ന് പരാതിക്കാരി വാട്സപ്പ് സ്റ്റാറ്റസായി നൽകി. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ വാചകം ഉപയോഗിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പീഡനക്കേസിൽ കോടതി മുൻകൂർ ജാമ്യഹർജി തള്ളി തൊട്ടടുത്ത നിമിഷം തന്നെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി KPCC അധ്യക്ഷൻ അറിയിച്ചു. ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടു കൂടിയാണ് KPCC തീരുമാനമെടുത്തത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ഉയരുന്നു. അതേസമയം മാതൃകാപരമായ തീരുമാനമെടുക്കാൻ CPM-ന് ധൈര്യമുണ്ടോ എന്ന് ചോദ്യമുയർത്തിയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിരോധം തീർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം പരാതി ഇല്ലാതിരുന്ന സമയത്താണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെപ്പിക്കുകയും ചെയ്തതെന്ന വാദമുയർത്തിയാണ് ഇത്രയും നാൾ വിവാദത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ കേസുമായി അതിജീവിത രംഗത്ത് വന്നതോടെ പ്രതിസന്ധിയിലായ നേതൃത്വം രാഹുലിനെ പുറത്താക്കുക എന്ന കടുത്ത സമ്മർദ്ദം ഈ ദിവസങ്ങളിലൊക്കെയും നേരിട്ടുകൊണ്ടിരുന്നു. രാഷ്ട്രീയ എതിരാളികളെക്കാൾ ചോദ്യങ്ങൾ ഉയർന്നത് കോൺഗ്രസിനുള്ളിലെ തന്നെ വനിതാ നേതാക്കളടക്കം പ്രബലമായ ഒരു വിഭാഗത്തിൽ നിന്നാണ്. ഒടുവിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിലായ രാഹുലിനെ ചൊല്ലി കൃത്യമായ നിലപാടിലെത്താനാകാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലെത്തി നിൽക്കുമ്പോൾ ബലാത്സംഗ കേസിൽ യുവ MLA-യെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം കനത്ത തിരിച്ചടിയാകുമെന്ന ബോധ്യമുണ്ടെങ്കിലും അഭിപ്രായ ഐക്യം അപ്പോഴും രൂപീകരിക്കാനായില്ല. രാഹുലിനെതിരെ ശക്തമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നീ നേതാക്കൾ ഒരു ഭാഗത്തും രാഹുലിനെ ചേർത്ത് നിർത്തിയ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മറുഭാഗത്തും നിലകൊണ്ടു. എന്നാൽ മറ്റൊരു പെൺകുട്ടി കൂടി ബലാത്സംഗ കേസുമായി രംഗത്ത് വന്നതോടെ
നിൽക്കക്കള്ളിയില്ലാതായ നേതൃത്വം രാഹുലിനെതിരെ കടുത്ത നടപടി എടുത്തേ മതിയാകൂ എന്ന തീരുമാനത്തിലെത്തി. അപ്പോഴും മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നതുവരെ കാക്കാമെന്ന രക്ഷാകവചം രാഹുൽ അനുകൂലികൾ തീർത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മുമ്പേ എടുത്ത തീരുമാനം പക്ഷേ വിധി പറയാൻ കോടതി ഹർജി മാറ്റിവെച്ചതോടെ നേതൃത്വവും പിന്നോട്ടു പോയി. ഒടുവിൽ ജില്ലാ സെഷൻസ് കോടതി കൃത്യം 2:25 ജാമ്യം തള്ളിയെന്ന വിധി പ്രസ്താവിക്കുകയും 2:26 തന്നെ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് KPCC അധ്യക്ഷൻ പുറത്തുവിടുകയും ചെയ്തു. വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന പുറത്താക്കൽ തീരുമാനം വിധി വന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പാർട്ടി പരസ്യപ്പെടുത്തി. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു, അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അപ്പോഴും ഏറ്റവും അന്തസ്സുള്ള തീരുമാനം മാതൃകാപരമായി ധൈര്യപൂർവ്വം എടുത്ത മറ്റേത് പാർട്ടിയുണ്ട് എന്ന ചോദ്യമാണ് നേതൃത്വം CPMന് നേരെ ഉയർത്തുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, കൊട പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ, ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതേസമയം MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്നു. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ചയാൾ പുറത്താക്കി കഴിഞ്ഞാൽ എങ്ങനെ പാർട്ടിയുടെ പ്രതിനിധിയായി നിലകൊള്ളുമെന്നാണ് ഉയരുന്ന ചോദ്യം. കോടതിയിൽ നിന്ന് നിയമപരമായ തിരിച്ചടിയുണ്ടായ അതേ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് പ്രതിരോധമുയർത്തുന്നത് പോലെ സമാന പരാതികളിൽ പാർട്ടി കോടതിയും പാർട്ടി അന്വേഷണ കമ്മീഷനൊക്കെ തീർപ്പ് കൽപ്പിക്കുമെന്ന് പറഞ്ഞവരും ഇനി മാറി ചിന്തിക്കുമോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. കോടതി ശിക്ഷിക്കും വരെ ആരോപണ വിധേയൻ മാത്രമെന്ന് ന്യായീകരിച്ചവരും തിരുത്തുമോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുലിനെ കോൺഗ്രസ് കൈവിട്ടത് AICC അനുമതിയോടെ ഒറ്റക്കെട്ടായി. മാതൃകാപരമായ നടപടിയെന്ന് വനിതാ നേതാക്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, നടപടി കോൺഗ്രസിന്റെ അന്തസ് ഉയർത്തിയെന്ന് അവകാശപ്പെട്ട നേതാക്കൾ രാഹുൽ അടഞ്ഞ അധ്യായമെന്നും വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ യുവ MLAക്കെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് 2-1 ആലോചിക്കേണ്ടി വന്നില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി ചോദിച്ചു വാങ്ങി. പിന്നാലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവാദം കെട്ടടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി. ഇതിനിടെ വീണ്ടും ആരോപണങ്ങൾ. മാസങ്ങൾ നീണ്ട ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. രാഹുലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായി. കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ KPCC തീരുമാനം AICC അംഗീകരിക്കുകയായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതുമാണ്. അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ 2 തട്ടിലായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഒടുവിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലപാടിൽ നേതാക്കൾക്കെല്ലാം ഒരേ സ്വരം. പാർട്ടിക്ക് ലഭിച്ച പരാതിയും പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. DGPക്ക് ആ പരാതി KPCC പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു. അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു. ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണെന്നും വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ചു. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അത് MLA എന്ന് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല. MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ പാർട്ടിക്കുള്ള നിയന്ത്രണം പോയല്ലോ, ആ ഓർബിറ്റിന് പുറത്തായി പോയല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. MLA ആണ്, പക്ഷെ കോൺഗ്രസ് MLA ആണോ എന്നുള്ളത് എൻ്റെ ചോദ്യം. കോൺഗ്രസ് MLA അല്ലല്ലോ. കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞ പിന്നെ കോൺഗ്രസ് MLA എന്ന് പറയാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് വനിതാ നേതാക്കളടക്കം കടുത്ത നിലപാടെടുത്തതോടെ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. രാജിവെക്കേണ്ടത് വ്യക്തിയുടെ തീരുമാനമെന്ന് പറയുമ്പോഴും പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളോട് രാജിവെക്കണമെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയില്ലേ? രാഹുലിനി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തിരുത്തേണ്ട സമയത്ത് പോലും യുവ നേതാവിനെ തോളിൽ കയറ്റിയ നേതൃത്വം തെറ്റുകൾ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും ആഴത്തിൽ വേരുകളൂന്നി പ്രസ്ഥാനത്തെ പോലും പിടിച്ചുലയ്ക്കാനുള്ള സ്വാധീന ശക്തിയായി ആ കുറ്റവാസന വളർന്നു കഴിഞ്ഞിരുന്നു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പിന്നിട്ട അതേ ദിനത്തിൽ തന്നെ പ്രസ്ഥാനത്തിന് ആ തെറ്റ് തിരുത്തേണ്ടി വന്നതും കാലത്തിന്റെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ചാനൽ ചർച്ചകളിലൂടെ കത്തിക്കയറിയ യുവനേതാവ് ശരവേഗത്തിലായിരുന്നു പടവുകൾ ഓരോന്നായി കയറി യൂത്ത് കോൺഗ്രസ് നേതാവും MLAയുമായത്. പകൽ മുഴുവനും സമരമുഖത്ത് കാണാതിരിക്കുകയും വൈകിട്ട് ടെലിവിഷൻ ഡിബേറ്റുകളിൽ മാത്രമായി പ്രവർത്തന മണ്ഡലം ചുരുക്കുകയും ചെയ്തിരുന്ന നേതാവിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയപ്പോഴും നേതൃത്വം വിമർശനം നേരിട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ ID കാർഡ് ആരോപണം ഉയർന്നപ്പോഴും മുതിർന്ന നേതാക്കളടക്കം ഒരു വിഭാഗം അസംതൃപ്തി പ്രകടിപ്പിച്ചു. പക്ഷേ ശക്തമായ പ്രബല വിഭാഗത്തിന്റെ ലാളന അളവറ്റ രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന നേതാവ് കൂടുതൽ കരുത്തനായി മുന്നേറി. മുഖ്യമന്ത്രിയെ എടോ വിജയൻ എന്ന് വിളിക്കുകയും സാക്ഷാൽ K. കരുണാകരന്റെ കുടുംബത്തെ പോലും പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വളർന്നപ്പോഴും തിരുത്താൻ നേതാക്കൾ മുതിർന്നില്ല. പക്ഷേ ഇക്കാലമത്രയും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പരാതികൾ നേതാക്കൾക്ക് കിട്ടിയിട്ടും ഗൗരവം ഉൾക്കൊണ്ടില്ല. പാർട്ടിയിലെ ഭാവിയുള്ള യുവശബ്ദത്തെ അങ്ങനെയങ്ങ് തളർത്താൻ നേതൃത്വം ഒരുക്കമല്ലായിരുന്നു. നേതാവിന്റെ ധാർഷ്ട്യത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും പരാതിയും വിമർശനങ്ങളും ഉയർന്നിട്ടും നേതൃത്വം ചെവികൊണ്ടില്ല എന്ന് മാത്രമല്ല വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയും ചെയ്തു. ഒടുവിൽ യുവ നേതാവിനെതിരെ പീഡന പരാതികൾ ഓരോന്നായി തലപൊക്കാൻ തുടങ്ങിയതോടെ അപകടം മണത്തറിഞ്ഞ നേതൃത്വം പരസ്യമായി ശബ്ദമുയർത്തി. പക്ഷേ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് എത്ര മുതിർന്ന നേതാവായാലും സൈബർ പടയാളികളെ നിരത്തി നിശബ്ദമാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് യുവ നേതാവും സംഘവും വളർന്നു കഴിഞ്ഞിരുന്നു. പീഡന പരാതി ഉന്നയിച്ച ശബ്ദരേഖ പുറത്തു വന്നതോടെ പാർട്ടിയിൽ നിന്ന് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. അപ്പോഴും വിലക്ക് മറികടന്ന് നിയമസഭയിലെത്തി കരുത്തുകാട്ടി. തുടർന്ന് പാലക്കാടെത്തിയും ശക്തി തെളിയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്വന്തം നിലയിൽ പ്രചാരണത്തിനിറങ്ങിയും പാർട്ടിയെ പ്രകോപിപ്പിച്ചു. അപ്പോഴും റീൽസുകൾ പുറത്തുവിട്ട് സൈബർ ഇടങ്ങളിൽ ആരാധകരെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ നിർണായക ശബ്ദരേഖയും മൊഴികളും ഏറ്റവും ഒടുവിൽ ധൈര്യപൂർവ്വം പരാതിയുമായി രംഗത്ത് വരാൻ പെൺകുട്ടികൾ തയ്യാറാകുകയും ചെയ്തതോടെ യുവ നേതാവിന് അടിപതറി. മുൻകൂർ ജാമ്യവും തള്ളിയതോടെ പാർട്ടിയും ആത്മസുഹൃത്തു വരെയും കൈവിട്ടു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പിന്നിട്ട അതേ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നു. യാദൃച്ഛികമായി വന്ന തീയതികളാണെങ്കിലും തന്റെ തലവര നിശ്ചയിച്ചതും തിരുത്തിയതും ഒരേ ദിവസങ്ങളായിരുന്നു എന്നത് ഇനിയുള്ള കാലം യുവ നേതാവിന് ഓർത്തിരിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഡിസംബർ 4-നാണ് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് മറ്റൊരു ഡിസംബർ 4-ന് രാഷ്ട്രീയമായി അസ്തമിക്കുകയാണ്. കേരളം ഒന്നടങ്കം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുവെന്ന് CPM. രാഹുൽ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും പോലീസ് പിടിക്കുമെന്നും ഇതുവരെ പിടികൂടാതിരുന്നത് കോൺഗ്രസ് സംരക്ഷിച്ചതുകൊണ്ടാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പിടിക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പാർട്ടിക്കകത്തുള്ള സമയത്ത് രാജിവെപ്പിക്കണമായിരുന്നുവെന്നും അറസ്റ്റ് വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുമെന്നും ഇരകളുടെ മാനത്തിന് ഷാഫി പറമ്പിൽ MP ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ്. പുറത്താക്കിയ KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ തിരിച്ചെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷഹനാസ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷഹനാസ് കോഴിക്കോട് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി ഇന്ത്യയിലെത്തിയ വ്ളാഡിമിർ പുടിന് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പുടിനെ സ്വീകരിച്ചത്. രാഷ്ട്രപതി ഭവനിലെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള കൂടിക്കാഴ്ച. പുടിനായി വിപുലമായ അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. നാളെയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. സുഖോയി യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതുൾപ്പെടെയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് 5 തലങ്ങളിലുള്ള സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ലോകമുറ്റുനോക്കുന്ന സന്ദർശനത്തിനും കൂടിക്കാഴ്ചയ്ക്കുമാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയത്. നാളെ ഹൈദരാബാദ് ഹൗസിലാണ് ഉഭയകക്ഷി ചർച്ച.
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയുടെ അതിർത്തി നിലനിൽക്കുന്നതിനിടെയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനമെന്നത് ശ്രദ്ധേയം. വാണിജ്യം, പ്രതിരോധം, സാമ്പത്തികം, സാങ്കേതികം, ഊർജം തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുക. പ്രതിരോധ മേഖലയിൽ പുതിയ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതുൾപ്പെടെയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുന്നതും ചർച്ചയിലെ പ്രധാന ഘടകമാണ്. ഇന്ത്യ അമേരിക്ക പ്രശ്നം നിലനിൽക്കുന്നതിനാൽ മത്സ്യമേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടക്കാൻ റഷ്യയുമായുള്ള വാണിജ്യ കരാർ നിർണായകമാണ്. ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യ ചൈന സഹകരണം പോലെ ഇന്ത്യയുമായുള്ള സഹകരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ഭാഗമായാണ് റഷ്യ ചൈനയെ കൂടെ നിർത്തിയിട്ടുള്ളത്. അതേ നിലപാട് ഇന്ത്യ സ്വീകരിക്കില്ല. പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി അതീവ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. 5 തലങ്ങളിലാണ് സുരക്ഷാ ക്രമീകരണം. 50 പേരടങ്ങുന്ന റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സും NSG, SPG കമാൻഡോകളും സുരക്ഷയ്ക്കായുണ്ട്. ഡൽഹി പോലീസിന്റെ കമാൻഡോ വിഭാഗവും തീവ്രവാദ വിരുദ്ധ സേനയും തന്ത്രപ്രധാനിടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യതലസ്ഥാനം പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന് വീണ്ടും കുരുക്ക്. ഒരു കേസിൽ കൂടി പ്രതി ചേർത്തു. ദ്വാരപാലക ശില്പപാളി കേസിൽ പത്മകുമാറിന് പങ്കുണ്ടെന്ന നിഗമനം. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. മുൻ MLA കൂടിയായ പത്മകുമാറിനെ ശബരിമല കട്ടളപ്പാളി കേസിലായിരുന്നു ആദ്യം പ്രതി ചേർത്തിരുന്നത്. ദ്വാരപാലക ശില്പ കേസിന്റെ തട്ടിപ്പിലും പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണ സംഘം ജയിലിലെത്തിയ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോയതിലെ പങ്കു വിശദീകരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ പ്രതി ചേർത്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിച്ചെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും പത്മകുമാർ പ്രതിയായി. റിമാൻഡ് കാലാവധി നീട്ടാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ ഡിസംബർ 18 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പത്മകുമാറിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. താൻ നടപ്പാക്കിയത് ബോർഡിന്റെ തീരുമാനമാണെന്നും എല്ലാവരും ഉത്തരവാദികളുമാണെന്നാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത്. പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്നും വാദമുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയും തിങ്കളാഴ്ച പരിഗണിക്കും. N വാസുവിന്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. SIR-നായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് SIR നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ജീവനക്കാരുടെ അവധി പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും പകരം സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാരിനും കൂടി SIR നടപടികൾ പൂർത്തിയാക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. തമിഴ്നാട്ടിൽ നടക്കുന്ന SIR നടപടികൾക്കെതിരെ വിജയിയുടെ പാർട്ടിയായ TVK ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വാസകരമാകുന്ന ഉത്തരവ് നൽകിയത്. SIR നടക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. നിലവിലെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. SIR ജോലി സമയം കുറയ്ക്കാൻ കൂടി വേണ്ടിയാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. TVKയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ ജീവനക്കാർക്ക് അവധി പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വിവാഹത്തിന് അവധി ചോദിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടി. രാവിലെ ജോലിക്ക് വരുന്ന അധ്യാപകർ അതിനുശേഷം വീണ്ടും SIR നടപടികൾക്ക് പോകേണ്ടി വരുന്നത് ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഇതോടെയാണ് അവധി അപേക്ഷകൾ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനും SIR നടപടികൾ തടസ്സപ്പെടാത്ത രീതിയിൽ പകരം സംവിധാനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയത്. ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒളിച്ചോടാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. നടപടിക്രമങ്ങൾ നീണ്ടുപോകട്ടെ എന്നും എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്ര തിരക്കെന്നും TVK അഭിഭാഷകൻ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പാർലമെന്റിൽ നിതിൻ ഗഡ്കരിയുടെ വമ്പൻ പ്രഖ്യാപനം. ടോൾ പിരിവ് 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായി ഇല്ലാതാകും. രാജ്യത്ത് നിലവിലുള്ള ടോൾ പിരിവ് സമ്പ്രദായം 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും അവസാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഈ സംവിധാനത്തിന് പകരമായി ഒരു ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വരും. ഇത് ഹൈവേ ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത യാത്രാനുഭവം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. समाप्ति हो जाएगी और इसके बाद ये कोई टोल रोकने वाले लोग नहीं रहेंगे, कोई कुछ नहीं रहेगा और ये सिस्टम में पहले 10 काम अब हमने अवार्ड कर दिए हैं. इसके बाद आगे चलकर ये 1 साल के अंदर लगभग हम पूरी तरह इसको हम लोग इलेक्ट्रॉनिक टोल पे जाएंगे. പ്രതിപക്ഷ സഖ്യത്തെ പ്രതിസന്ധിയിലാക്കി കോൺഗ്രസ് MP ശശി തരൂരിന്റെ ലേഖനം. പാർലമെന്റിൽ പ്രതിപക്ഷം നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്നും പാർലമെന്റ് തടസ്സപ്പെടുത്താനാണ് പ്രാധാന്യം നൽകുന്നതെന്നും തരൂരിന്റെ വിമർശനം. UPA സർക്കാരിന്റെ കാലത്ത് NDA സ്വീകരിച്ച അതേ നിലപാടാണ് ഇന്ത്യാ സഖ്യം ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നും തരൂർ വിമർശിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളി ഗവർണർ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയുമാണ് ശുപാർശ ചെയ്തു. ഇക്കാര്യം ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതോടെ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകും. 2 സർവകലാശാലകളിലും സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ സിസ തോമസിന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ സിസ തോമസിനെ വൈസ് ചാൻസലറായി നിയമിക്കരുതെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് നിർദ്ദേശിച്ചിരുന്നു.